അതുകൊണ്ട് അധികം ചുറ്റാതിരിക്കണമെങ്കിൽ ആമേ സ്തോത്രം. നമ്മൾ 7 ദിവസം 7 കാകള ഊതിയപ്പോൾ അത് ഇടിഞ്ഞു വീണതുപോലെ നമ്മുടെ അട്ടപ്പാടിൽ ഹല്ലേലൂയ പോരാടുന്ന പോരിന്റെ ശക്തികൾ ജനത്തെ വെളിച്ചത്തിലേക്ക് വിടാതെ ജനത്തെ ഇരുട്ടിലേക്ക് വലിച്ചടയ്ക്കുന്ന ആമേ അന്ധകാര ക്രിയകൾ തകരണമെങ്കിൽ നാം സ്വന്തത്തിൽ ദൈവത്തിന്റെ മഹത്വത്തിൽ നാം ഒരുമിച്ചാർക്കണം. ഹല്ലേലൂയ. എന്നോട് കൂടെ പ്രാർത്ഥിക്കാൻ കണ്ട അഭിഷേകന്മാരെ എനിക്ക് തന്നിട്ടുണ്ട്. ഈ അരമണിക്കൂർ സമയം നമ്മുടെ പ്രാർത്ഥനയുടെ നേരമായിരിക്കട്ടെ. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുമ്പോൾ, എന്നെയും നിങ്ങളെ ഒരുപോലെ കരുതുമ്പോൾ, എന്നെയും നിങ്ങളെ ഒരുപോലെ കരം പിടിച്ചിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നാം ഒരപ്പന്റെ മക്കളാണെന്ന, ഒരപ്പത്തിന്റെ അംശങ്ങളാണെന്ന നാം വിളിച്ചു പറയുമ്പോൾ ഓർക്കണോ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ രക്തത്തിന്റെ രക്തവും മാംസത്തിന്റെ മാംസവും നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളായ നമ്മുടെ എത്രയോ സഹോദരങ്ങൾ ഇരുട്ടിന്റെ അന്ധകാരത്തിൽ ഇരിക്കുകയാണ്. ഒരിക്കൽ ദൈവം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു വന്നപ്പോൾ ദൈവം ഇങ്ങനെ ഒരു പാട്ട് തന്നു. അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അത് എഴുതി പാടി. ലോകത്തിൻ വെളിച്ചമല്ല അന്ധകാരമാണ്, ദൈവത്തിൻ വചനമല്ല നിത്യ വെളിച്ചമാണ്. ലോകത്തിൻ വെളിച്ചമല്ല അന്ധകാരമാണ്, ദൈവത്തിൻ വചനമല്ല നിത്യ വെളിച്ചമാണ്. ലോകം തരു സന്തോഷം നിത്യ നരകമാണ്, ദൈവം തരു സന്തോഷം നിത്യജീവനാണ്. ലോകം തരു സന്തോഷം നിത്യ നരകമാണ്, ദൈവം തരു സന്തോഷം നിത്യജീവനാണ്. ശ്രദ്ധിക്കണം, എനിക്ക് രാവിലെ തൊണ്ടയിൽ ലേശം പ്രശ്നമുണ്ട്. അപ്പോൾ ലോകത്തിന്റെ വെളിച്ചം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാവർക്കും സ്പഷ്ടമായി ഏത് കാര്യം ചെയ്യാനുള്ള വെളിച്ചമാണ് ലോകത്തെ ചെയ്യുമ്പോൾ. പക്ഷെ യേശുക്രിസ്തു പറഞ്ഞാൽ ലോകത്തിന്റെ വെളിച്ചമാണ്. ലോകത്തിൽ വെളിച്ചമുള്ളപ്പോൾ തന്നെ ലോകത്തിന് വെളിച്ചമായ ദൈവം. അപ്പോൾ ലോകത്തിന്റെ ഉള്ളിൽ ഭൗതികമായ വെളിച്ചത്തെ കുറിച്ചല്ല പറഞ്ഞതാ, നമ്മുടെ ആത്മീയ വെളിച്ചത്തെ കുറിച്ചാണ്. സ്തോത്രം. ഒരു കാലഘട്ടത്തിൽ ഇരുട്ടിലും അന്ധകാരത്തിലും തപ്പിത്തടഞ്ഞ ജീവിതത്തെ ലക്ഷ്യമില്ലാതെ മുന്നോട്ട് പോയ ഇരുട്ടടഞ്ഞ അവസ്ഥയായ ആദിവാസികളിൽപ്പെട്ട ഇരുട്ടിൽ ജീവിച്ചെന്നെ വെളിച്ചത്തിലേക്ക് പ്രകാശിച്ചെങ്കിൽ അത് നിത്യ വെളിച്ചമായ ദൈവവചനമാണ്. ആ ദൈവവചനം എന്റെ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ ഹട്ടപ്പാടിൽ എങ്ങനെയെങ്കിൽ എന്റെ വംശം, എന്റെ ജാതി, എന്റെ ഗോത്രം, എന്റെ വംശക്കാർ, എന്റെ സ്നേഹിതന്മാർ, സഹോദരന്മാർക്ക് വെളിച്ചമായി നിൽക്കണമെന്ന് എനിക്ക് ഹല്ലേലൂയ ദൈവത്തോടൊരു ആഗ്രഹം, ഒരു പ്രതിജ്ഞ സമർപ്പണം വന്നപ്പോൾ തമ്പുരാൻ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ വെളിച്ചമാക്കി എന്നെ മാറ്റി. ഹല്ലേലൂയ ഹല്ലേലൂയ. പേടിയാണോ? സ്തോത്രം. പേടിക്കരുതേ, ധൈര്യത്തോടെ നമ്മൾ ഉണർന്ന് ശ്വാസിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ലോകത്തിന്റെ വെളിച്ചമെല്ലാം അന്ധകാരമാണ്, ദൈവത്തിന്റെ വചനമല്ല നിത്യ വെളിച്ചമാണ്. അല്ലേ? ദൈവത്തിന്റെ വചനം ഉള്ളിൽ വരുമ്പോഴാണ് നമുക്ക് വെളിച്ചം വീശുന്നത്. ഇരുട്ട് അറയിലിരിക്കുന്ന നമുക്ക് ഒരു വെളിച്ചം കിട്ടുമ്പോഴാണ് നമുക്ക് പുറത്തേക്ക് വരാൻ തോന്നണേ, അല്ലയോ? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ഹല്ലേലൂയ വെളിച്ചം കിട്ടുന്നത്. നമ്മൾ ഹല്ലേലൂയ സ്തുതിക്കുമ്പോഴാണ് വെളിച്ചം കിട്ടുന്നത്. നമ്മൾ സ്തോത്രം ചെയ്യുമ്പോഴാണ് വെളിച്ചം കിട്ടുന്നത്. നമ്മൾ